ഹലോ ഗൈസ്, അനിമെന്റോർ സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിയറി നോമിയുടെ എപ്പിസോഡ് 5 നമ്മൾ വന്നിരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ട്. ദയവ് ചെയ്ത് ആരും സ്കിപ്പ് അടിക്കരുത്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാഗബോണ്ടിന്റെ ചാപ്റ്റേഴ്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, പക്ഷേ അതിന് സപ്പോർട്ട് വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ അതുകൂടെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. വാഗബോണ്ടിന്റെ വീഡിയോസ് ഒന്ന് ഫാസ്റ്റ് ആയിട്ട് ചെയ്തിടാമോ എന്ന് അത് കാണുന്നവരിൽ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു ഉറപ്പ് തരാം, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും വാഗബോണ്ട് നല്ലപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് റീച്ച് ആക്കാനായിട്ട് സഹായിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഞാൻ വാഗബോണ്ട് ഫിനിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ കാര്യം പ്ലീസ് ഒന്ന് പരിഗണിക്കണം ഗൈസ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യാനും പിന്നെ കമന്റ്സ് ആഡ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കണം. അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ചാപ്റ്റർ 1153 ഹെറാൾഡ് ഐഡയോട് ചോദിക്കുന്നുണ്ട്, നീ ആ ബ്ലഡ് സെർപ്പന്റിനെ, അതായത് ചുവന്ന ആ വലിയ പാമ്പിനെ ക്രോസ് ചെയ്താണോ വന്നതെന്ന്. റെഡ് ലൈനിനെ ഇവിടെ ഇപ്പൊ കടലിൽ ചുറ്റിക്കിടക്കുന്ന വലിയൊരു പാമ്പുമായിട്ടാണ് താരതമ്യം ചെയ്തിരിക്കുന്നത്. എൽബാഫ് ആർക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, നോഴ്സ് മിത്തോളജിയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് റെഫറൻസസ് വരുന്നുണ്ട്. വന്നിട്ടുള്ള റെഫറൻസസിനെ പറ്റിയൊക്കെ നമ്മൾ ഓരോ ചാപ്റ്റേഴ്സിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനിൽ പറഞ്ഞു പോയിട്ടുമുണ്ട്. അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ യോർമുൻഗാണ്ടർ എന്ന് പറഞ്ഞൊരു രാക്ഷസനായിട്ടുള്ള ഒരു പാമ്പ് നോർസ് മിത്തോളജിയിലുണ്ട്. ഇത് കടലിലാണ് ജീവിക്കുന്നത്. ഈ പാമ്പ് ഭൂമിയെ ചുറ്റുന്ന രീതിയിൽ ഇങ്ങനെ കിടക്കുകയാണ്. അതായത് അതിന്റെ വായിൽ വന്ന് ടച്ച് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ ലൂപ്പിൽ ഇങ്ങനെ ചുറ്റി കിടക്കുകയാണ്. ഇപ്പോൾ നമ്മൾ വൺ പീസ് വേൾഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ റെഡ് ലൈൻ ഈ വേൾഡിനെ ചുറ്റി കിടക്കുകയാണ്. അതായത് ഈ വേൾഡ് സെർപ്പന്റ് ആയിട്ടുള്ള യോർമുൻഗാണ്ടർ ലോകത്തെ ചുറ്റി കിടക്കുന്നത് പോലെ. സോ ദാറ്റ്സ് വൈ ഹെറാൾഡ് പറഞ്ഞത് ഇറ്റ്സ് എ സെർപ്പന്റ് ഓഫ് ബ്ലഡ്. മാത്രമല്ല, മുൻപൊരു ചാപ്റ്ററിൽ ഈ വാൾറ സ്കൂളിലെ കുട്ടികളെ ഭയപ്പെടുത്താനായിട്ട് കുറെ മോൺസ്റ്റേഴ്സ് വന്ന കൂട്ടത്തിൽ ഈ യോർമുൻഗാണ്ടറും ഉണ്ടായിരുന്നു. ഇനിയിപ്പോ നമുക്ക് എൽബാഫിൽ കണ്ട ആ ഹാർലി, ആ വലിയ മ്യൂറൽ നോക്കിക്കഴിഞ്ഞാൽ അതില് ഒരു ജയന്റ് പാമ്പുമായിട്ട് സാമ്യമുള്ള ഒരു ജീവിയെ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ നോക്കിയാൽ അതിനെ എതിർക്കുന്നത് ആ മരത്തിന്റെ മുകളിൽ നിന്ന് വരുന്ന ഒരു ഡ്രാഗൺ ആണ്. ഇപ്പോൾ ഡ്രാഗണിനെ കുറിച്ചുള്ള റെഫറൻസ് നോർസ് മിത്തോളജിയിൽ നോക്കുകയാണെങ്കിൽ നിദോഗ് എന്ന് പറഞ്ഞൊരു ഡ്രാഗൺ ഉണ്ട്. അത് വേൾഡ് ട്രീ ആയിട്ടുള്ള ഈഗ്ഡ്രസീൽ മരത്തിന്റെ ഏറ്റവും താഴെയുള്ള അണ്ടർവേൾഡിലാണ് അത് ജീവിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ എൽബാഫിൽ നോക്കുമ്പോൾ അറിയാം, അണ്ടർവേൾഡിൽ ആ ആദം ട്രീയുടെ ഏറ്റവും താഴെ പ്രിസണറായിട്ട് കിടക്കുന്നത് നമ്മുടെ ലോക്കിയാണ്. സോ ഇനിയും ഭാവിയിൽ ആ റെഡ് ലൈൻ ഡിസ്ട്രോയ് ചെയ്തിട്ട് 4 കടലുകളെയും കൂടെ കമ്പൈൻ ചെയ്യുന്ന ആ പ്രോസസ്സിൽ ലോക്കി ഒരു വലിയ പാർട്ടായിരിക്കാം. ഇനി ലോക്കി സ്ട്രോ ഹാറ്റ്സിൽ ജോയിൻ ചെയ്യുമോ ഇല്ലയോ എന്നുള്ള ഒരു കാര്യം ഇപ്പൊ കുറെ നടക്കുന്ന ഒരു ഡിസ്കഷനാണ്. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ കണ്ടതാണ്, ലോക്കിയുടെ ബാക്ക് സ്റ്റോറി എന്ന് പറയുന്നത് വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ജനിച്ച ആ ഒരു സമയം മുതൽ റിജക്ഷൻസ് മാത്രം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടർ. അങ്ങനെ ഒരാളെ ആദ്യമായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ലൂഫിയാണ്. എൽബാഫിന് നിന്നെ വേണ്ട, നീ എന്റെ കൂടെ എന്റെ ക്രൂവിലേക്ക് പോകാന്നും പറഞ്ഞാണ് ലൂഫി വിളിക്കുന്നത്. ലോക്കി ആണെങ്കിൽ അത് റിജക്റ്റും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വൺ പീസിന്റെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ലൂഫിയുടെ ക്രൂവിലെ ഒട്ടുമിക്ക ആൾക്കാരും അവന്റെ ആദ്യത്തെ പ്രപ്പോസൽ റെഫ്യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനെ റെഫ്യൂസ് ചെയ്യുന്ന ആളാണല്ലോ നമ്മുടെ ലൂഫി. പുള്ളി പിന്നെ അവരുടെ കൂടെ നിന്ന് അവർക്ക് വിലപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്ത് അവരുടെ വിശ്വാസം നേടിയെടുത്ത് അവസാനം അവരെ ഫ്രണ്ടാക്കി സ്വന്തം ക്രൂവിൽ ചേർക്കുന്നതാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. ഇവിടെ നോക്കുകയാണെങ്കിൽ എൽബാഫ് ലോക്കിക്ക് വളരെ വിലപ്പെട്ടതാണ്. കാര്യം മുൻപൊരു ചാപ്റ്ററിൽ ഹാജറുദ്ദീനോട് ലോക്കി പറയുന്നത് നമ്മൾ കണ്ടതാണ്, എൽബാഫിന് വേണ്ടി ഫൈറ്റ് ചെയ്യേണ്ടത് ഞാനാണ്, അല്ലാതെ നീ ആ യുദ്ധത്തിന് ഇങ്ങനെ വരുത്തന്മാരെ വിളിച്ചോണ്ട് പോകരുതെന്നൊക്കെ. സോ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എൽബാഫിനെ സഹായിക്കുമ്പോൾ എന്തായാലും ഈ ആർക്കിന്റെ അവസാനം ലോക്കി ലൂഫിയുടെ ഫ്രണ്ട് ആവും എന്നുള്ള കാര്യം ഷുവറാണ്. സോ ക്രൂമേറ്റ് ആവാനുള്ള ആ ഒരു ചെറിയ സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഇനിയിപ്പോൾ ലോക്കി ക്രൂവിൽ ചേർന്ന് കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ 2 പ്രശ്നങ്ങൾ സോറോയും സാഞ്ചിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോറോ ചോദിച്ചത് ഇത്രയും വലിയ ഒരുത്തൻ എങ്ങനെ നമ്മളുടെ ഷിപ്പിൽ ഫിറ്റ് ആവും എന്നുള്ളതാണ്. ഷിപ്പ് വലുതാക്കുക എന്നുള്ളത് അതിനൊരു മാർഗമാണ്. പക്ഷേ അതിന് പറ്റിയ ഏതെങ്കിലും ഒരു ഡബിൾ ഫ്രൂട്ട് എബിലിറ്റി എൽബാഫിൽ ഇപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. നമ്മളെ ആ ഔൾ ലൈബ്രറി ഇൻട്രൊഡ്യൂസ് ചെയ്ത ചാപ്റ്ററിൽ ബിബ്ലോ എന്ന് പറഞ്ഞൊരു മൂങ്ങയെ കാണിച്ചിരുന്നു. അതിന്റെ പവർ എന്ന് പറയുന്നത് ജീവനില്ലാത്ത വസ്തുക്കളെ ജൈജാന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. സാധാരണ അത് വലുതാക്കുന്നത് ന്യൂസ് പേപ്പേഴ്സും ബുക്കും ഒക്കെയാണ്. പക്ഷേ ഒരു ഷിപ്പ് എന്ന് പറയുന്നതും ഇൻഓർഗാനിക് ആയിട്ടുള്ള ഒരു സാധനമാണ്. സോ അത് വലുതാക്കുന്ന ഒരു ചാൻസും തള്ളിക്കളയാൻ പറ്റില്ല. പിന്നെ ഇപ്പൊ ഫ്രാങ്കിക്ക് ഷിപ്പിൽ എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ ചെയ്യാനാണെങ്കിലും ഈ എൽബാഫ് നിൽക്കുന്നത് തന്നെ വലിയൊരു ആദം ട്രീലല്ലേ. മുൻപ് ഈ എൽബാഫിൽ തീപിടുത്തം ഉണ്ടായപ്പോൾ അവിടുത്തെ ഒരു വില്ലേജിൽ നിന്ന് ആൾക്കാരെ ഒഴിപ്പിച്ചിട്ട് ആ കൊമ്പൊക്കെ മുറിച്ച് കളഞ്ഞത് ഒരു ചാപ്റ്ററിൽ നമ്മളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ അവിടുത്തെ ഒരു ചെറിയ പോർഷൻ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഷിപ്പിന്റെ പണിയൊക്കെ ചെയ്യാം. പിന്നെ ഈ ഷിപ്പ് വലുതാക്കി കഴിയുമ്പോൾ അതുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ സ്ട്രോ ഹാറ്റ്സിന് കുറച്ച് നാളത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാര്യം എഗ്ഹെഡിൽ നിന്ന് എൽബാഫിലേക്ക് ഇവരാ ജയന്റ് എറിക് എന്ന് പറഞ്ഞ ഷിപ്പിൽ യാത്ര ചെയ്തപ്പോഴേ നമ്മൾ കണ്ടതാണ്, ഏണി വെച്ചാണ് എല്ലാവരും കൂടി ഒരു സോഫയിൽ കയറിയിരിക്കുന്നത്. പിന്നെ ലോക്കി ജോയിൻ ചെയ്താലുള്ള രണ്ടാമത്തെ പ്രശ്നം സാഞ്ചി പറഞ്ഞത് ഫുഡിന്റെ കാര്യമാണ്. ലൂഫിയും ലോക്കിയും രണ്ടും തീറ്റ പ്രാന്തന്മാരാണ്. എന്തായാലും ഇവർ ഇത്രയും കാലമായിട്ട് ലൂഫിയെ തീറ്റി പോറ്റുന്നു, വേണേ ഒരു ലോക്കിയും കൂടെ തീറ്റി പോറ്റാം.
അപ്പോൾ ഇത്രയൊക്കെയാണ് ഗൈസ് നമ്മുടെ നിരീക്ഷണങ്ങൾ. സോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വൺ പീസിൻ്റെ മറ്റ് ഇൻട്രസ്റ്റിംഗ് തിയറി വീഡിയോസ്, പിന്നെ വൺ പീസ് ചാപ്റ്റർ എക്സ്പ്ലനേഷൻ, വാഗബോണ്ട് ചാപ്റ്റേഴ്സ് എക്സ്പ്ലനേഷൻ, ഇതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.